നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ പോലെയുള്ള മഹാന്മാരായ നല്ല മനുഷ്യന്മാരുടെ ഖബറുകളെ തൊട്ടുകൊണ്ട് ബഹുമാനിച്ച് ആദരിച്ച് അവരോടുള്ള പ്രാർത്ഥനകളും പൂജകളും കടന്നു വന്നപ്പോഴാണ് നൂഹ് നബി അലൈഹിസ്സലാം അവരോട് സംസാരിച്ചത്, നിങ്ങൾ ഇത് ഒഴിവാക്കണം. ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. നിങ്ങൾ എന്താണ് അല്ലാഹ്ക്കൊരു ഗാംഭീര്യം കാണാത്തത്? പടച്ചോൻ എന്താ നിങ്ങൾക്ക് വിശ്വാസമല്ലേ? അപ്പൊ നാട്ടിലെ പ്രമാണിമാര്, നേതാക്കന്മാര്, സാദാത്യങ്ങൾ, കുബറാക്കന്മാര് പറഞ്ഞു, നൂഹ് ഒരു പുത്തൻവാദിയാണ്, പലതും പറഞ്ഞുകൊണ്ടിരിക്കും. വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്ര. ഒഴിവാക്കരുതട്ടോ, നമ്മൾ വദ്ദിന് സുവാഇനൊന്നും വിടരുത്. അള്ളാനെ വിട്ടാലും ശരി, ഇത് വിടരുത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് എന്തായിരുന്നു? വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആരാധിച്ച് അത് വിൽക്കുന്ന വാപ്പാനോട് പറഞ്ഞില്ല, യാ അബത്തി, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. ഉപദ്രവം ചെയ്യാത്ത, കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്തവയെ എന്തിനാ വാപ്പാ നിങ്ങൾ ആരാധിക്കുന്നത്? നബി തങ്ങളുടെ കാലഘട്ടത്തിൽ മക്കയുടെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെ കുറിച്ച് കാണാം. ഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത സാലിസതൽ ഉഖ്റ അലകുമുൽ ദകറു വലഹുൽ ഉൻസാ. ലാത്തയും ഉസ്സയും മനാത്തയും അടക്കമുള്ള അവരുടെ ആരാധ്യ വസ്തുക്കൾ ഉണ്ടായിരുന്നു. രാവിലെയും വൈകുന്നേരം അവർ അവിടെ പൂജ നടത്തുമായിരുന്നു. വിഷമങ്ങൾ വരുമ്പോൾ അവിടെ ചെന്ന് സങ്കടങ്ങൾ പറയുമായിരുന്നു. അവരുടേതായ കാര്യം നടക്കാൻ അവർ അവിടെ നേർച്ച വഴിപാട് നടത്താറുണ്ടായിരുന്നു. അവരോട് വന്നാണ് നബി തങ്ങൾ പ്രഖ്യാപിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്.